ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തിലെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള സമീപകാല ശ്രമങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും നേതാക്കൾ കൈമാറി. ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ പ്രളയബാധിത പ്രദേശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കും. ജമ്മുകശ്മീർ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് എന്നിവ ഉൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ തുടർച്ചയായ മഴ നാശം വിതച്ച പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി അവലോകനം ചെയ്യും. പുതുതലമുറ GST പരിഷ്കാരങ്ങൾ ഇടത്തരക്കാർക്ക് ഏറെ ആശ്വാസം പകരുന്നതാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഈ തീരുമാനത്തിലൂടെ രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിൽ 20 ലക്ഷം കോടി രൂപയുടെ വർധനയുണ്ടാകും. ഇത് സമ്പദ്ഘടനയ്ക്ക് കുതിപ്പേകുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെ 171 ജയന്തി ആഘോഷങ്ങൾക്ക് നാളെ സമാപനം. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ശിവഗിരിയിൽ രാവിലെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെമ്പഴന്തി ഗുരുകുലത്തിൽ വൈകിട്ടും ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അവിട്ടം നാളിൽ ആഘോഷപൂർവ്വം 3-ാം ഓണം ആഘോഷിച്ച് മലയാളികൾ. ബന്ധുവീടുകളിലെ സന്ദർശനവും സൌഹൃദ കൂട്ടായ്മകളുമാണ് 3-ാം ഓണത്തിന്റെ സവിശേഷത. വ്യത്യസ്തമായ ആഘോഷങ്ങളുമായാണ് മലയാളികൾ അവിട്ട ദിനത്തെ വരവേറ്റത്. ചതയ ദിനമായ നാളെ രാത്രി 8:58 മുതൽ പൂർണ്ണ ചന്ദ്രഗ്രഹണം ആരംഭിക്കുന്നതിനാൽ ശബരിമലയിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ചടങ്ങുകളുടെ സമയക്രമത്തിൽ മാറ്റം. വൈകിട്ട് 4-ന് തുറക്കുന്ന നട രാത്രി 8:30 അടയ്ക്കും. സംസ്ഥാനത്തെ ശിശുമരണ നിരക്ക് അമേരിക്കയുടേതിനേക്കാൾ കുറഞ്ഞതായി കണക്കുകൾ. ശിശുമരണ നിരക്ക് 5 ആണെന്ന ഏറ്റവും പുതിയ സാമ്പിൾ രജിസ്ട്രേഷൻ സംവിധാനത്തിന്റെ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. 25 ആണ് ദേശീയ ശരാശരി. അമേരിക്കയിലെ ശിശുമരണ നിരക്ക് 5.6 ആണ്. ആരോഗ്യരംഗത്ത് കേരളത്തിന്റെ മികച്ച പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഈ നേട്ടമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കുന്നംകുളം പോലീസ് കസ്റ്റഡി മർദ്ദനക്കേസിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. വിയൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ന്യൂമാൻ, മണ്ണൂത്തി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ സന്ദീപ് S, തൃശൂർ ടൌൺ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ ശശിധരൻ, സജീവൻ KJ എന്നിവരെയാണ് ഉത്തരമേഖല IG രാജ്പാൽ മീണ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത്. തൃശൂർ റേഞ്ച് DIG സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന 45-കാരൻ മരിച്ചു. വയനാട് ബത്തേരി സ്വദേശി രതീഷാണ് മരിച്ചത്. നിലവിൽ 11 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഒക്ടോബർ വരെ അവസരം എന്ന നിലയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് വ്യാജ വാർത്തകളെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ പട്ടിക വീണ്ടും പുതുക്കുന്നതിനായി തീരുമാനം കൈക്കൊണ്ടിട്ടില്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനൽ ഇന്ന്. ബെലറസ് താരം അരീന സബലങ്കയും അമേരിക്കയുടെ അമാൻഡ അനിസിമോവയും തമ്മിലാണ് കലാശപ്പോരാട്ടം. കേരള ക്രിക്കറ്റ് ലീഗ് കലാശപ്പോര് നാളെ. കൊച്ചി ബ്ലൂ ടൈഗേഴ്സും ഏരീസ് കൊല്ലം സെയിലേഴ്സുമാണ് 2-ാം പതിപ്പിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6:45 മത്സരം. ബീഹാറിൽ നടക്കുന്ന ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി ചാമ്പ്യൻഷിപ്പ് സൂപ്പർ 4 മത്സരത്തിൽ ദക്ഷിണ കൊറിയ മലേഷ്യയെ പരാജയപ്പെടുത്തി. സ്കോർ 4-3. ഇന്ത്യ ചൈന മത്സരം പുരോഗമിക്കുന്നു. അണ്ടർ 19 ഇന്ത്യൻ ജൂനിയർ ഓപ്പൺ സ്ക്വാഷ് കിരീടം യൂഷ നഫീസിനും രുദ്ര സിംഗിനും. രാജസ്ഥാനിലെ ജയ്പൂരിൽ നടന്ന ആൺകുട്ടികളുടെ ഫൈനലിൽ രജിത് ഷായെയാണ് നഫീസ് പരാജയപ്പെടുത്തിയത്. ഈ വർഷം നടന്ന ഏഷ്യൻ ജൂനിയർ ടീം ചാമ്പ്യൻഷിപ്പിലെ വെങ്കല മെഡൽ ജേതാവാണ് താരം. പോർട്ടോറിക്കോയിൽ 10 F-35 സ്റ്റെൽത്ത് പോർ വിമാനങ്ങൾ വിന്യസിക്കാൻ ഉത്തരവിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെനിസ്വേലയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് സംഘങ്ങൾക്ക് നേരെ സൈനിക ആക്രമണം നടത്താൻ അമേരിക്ക ഒരുങ്ങുന്നുവെന്ന വാർത്തകൾക്കിടെയാണ് ഈ നീക്കം. പുലികളി മഹോത്സവത്തോടനുബന്ധിച്ച് മറ്റന്നാൾ ഉച്ചയ്ക്ക് ശേഷം തൃശൂർ താലൂക്ക് പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. പ്രസിദ്ധമായ പായിപ്പാട് ജലോത്സവം നാളെ. ഉച്ചയ്ക്ക് നടക്കുന്ന പൊതുസമ്മേളനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. വയനാട്, കാസർഗോഡ് മെഡിക്കൽ കോളേജുകൾക്ക് ദേശീയ മെഡിക്കൽ കമ്മീഷൻ അനുമതി നൽകിയ സാഹചര്യത്തിൽ വിദ്യാർത്ഥി പ്രവേശനം സുഗമമാക്കാനുള്ള നടപടി സ്വീകരിക്കാൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ കോളേജുകൾ സന്ദർശിച്ച് വിദ്യാർത്ഥി പ്രവേശനത്തിനായുള്ള സൌകര്യങ്ങൾ ഉറപ്പാക്കും. സമയബന്ധിതമായി MBBS അഡ്മിഷൻ നടത്താനും മന്ത്രി നിർദ്ദേശം നൽകി. കോഴിക്കോട് നാദാപുരത്ത് വസ്ത്രക്കടയിൽ അപകടം. തിരക്കിനിടെ ഗ്ലാസ് തകർന്ന് 8 പേർക്ക് പരിക്ക്. ഗുരുതരമായി പരിക്കേറ്റവരെ കോഴിക്കോടും കണ്ണൂരുമുള്ള ആശുപത്രികളിലേക്ക് മാറ്റി.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.